بسم الله الرحمن الرحيم. إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم، ثم إلى حضرة روح غوثنا شيخنا الشيخ محمد بن الشيخ محمد القادري الجشتي الجاديري رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം തങ്ങൾ പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ഷെയ്ഖ് തങ്ങൾ പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഗൗസുൽ ആലം തങ്ങൾ പാപ്പയുടെ പരിശുദ്ധമായ വചനങ്ങൾ അവിടുത്തെ വിവിധ സന്ദർഭങ്ങളിലുള്ള പ്രഭാഷണങ്ങൾക്കിടയിലെ കവിതകൾ ജംഅ ചെയ്ത കിതാബാണ് ദീവാനുൽ ജീലാനി. ഇതിൽ ഉപ്പാപ്പ പല സന്ദർഭങ്ങളിൽ പറഞ്ഞ വരികളുണ്ട്, എന്നാൽ ഒന്നിച്ചു പറഞ്ഞ വരികളുമുണ്ട്. അങ്ങനെ ഒന്നിച്ചു പറഞ്ഞ ഏതാനും ചില വരികളുടെ ആശയങ്ങളാണ് ഇന്ന് നാം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഉപ്പാപ്പയുടെ വചനങ്ങൾ അത് എത്ര കേട്ടാലും വിശുദ്ധ ഖുർആൻ പോലെ. വിശുദ്ധ ഖുർആൻ നാം എത്ര പ്രാവശ്യം അത് കേൾക്കുകയും അത് പാരായണം ചെയ്യുകയും അതിന്റെ വിശദീകരണം നൽകുകയും ചെയ്താലും വീണ്ടും വീണ്ടും വിശദീകരിക്കുമ്പോൾ കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും ഒരുപാട് അർത്ഥങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് രഹസ്യങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഗൗസുൽ ആലം തങ്ങൾ പാപ്പ ഖുർആനാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ ഖുർആനാണ്. വിശുദ്ധമായ ഖുർആനായി ജീവിച്ച ഗൗസുൽ ആലം തങ്ങൾ പാപ്പയുടെ വിശുദ്ധമായ വചനങ്ങളും വളരെ പരിശുദ്ധമത്രേ. ദീവാനുൽ ജീലാനിയിലെ ഓരോ വരികളും കേൾക്കുമ്പോ നമുക്ക് അതാണ് മനസ്സിലാക്കി തരുന്നത്. ഉപ്പാപ്പ പറയുകയാണ്, ദീവാനുൽ ജീലാനി 85-ാമത്തെ പേജ് മുതലാണ് നാം വിവരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലമ്മാ സഫാ ഖൽബി وطابت سريرتي ونادمني صحبي بفتح البصيرة ولما صفى قلبي എൻ്റെ ഹൃദയം തെളിഞ്ഞപ്പോൾ വതാബത് സരീറത്തി എൻ്റെ രഹസ്യം നന്നായപ്പോൾ വനാദമനി സഹബി എന്റെ സഹബ് പൂർണ്ണമായി തെളിച്ചം വന്നപ്പോൾ ബിഫതഹിൽ ബസീറത്തി അകക്കണ്ണ് തുറന്നുകൊണ്ട് എന്റെ രഹസ്യം നന്നാവുകയും എന്റെ ഹൃദയം തെളിയുകയും ചെയ്തപ്പോൾ ഷഹിദ്തു ബി അന്നല്ലാഹ മൗലൽ വിലായത്തി വഖദ് മന്ന ബിത്തസ്ദീഫി ഫീ കുല്ലി ഹാലത്തി. ഷഹിദ്തു ഞാൻ ദർശിച്ചു ബി അന്നല്ലാഹ മൗലൽ വിലായത്തി
എല്ലാ വിലായത്തിന്റെയും അധികാരി അല്ലാഹുവാണെന്ന് ഞാൻ ദർശിച്ചു. വഖദ് മന്ന ബിത്തസ്രീഫി ഫീ കുല്ലി ഹാലതി, എല്ലാ വിലായത്തിന്റെയും അധികാരിയായ അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് വലിയ അനുഗ്രഹം ചെയ്തു. എന്താണ് അനുഗ്രഹം? ബിത്തസ്രീഫി ഫീ കുല്ലി ഹാലതി, എല്ലാ അവസ്ഥകളിലും ഇടപെടാനുള്ള അധികാരം എനിക്ക് അല്ലാഹു നൽകി. എല്ലാ അവസരങ്ങളിലും ഏത് സന്ദർഭത്തിലും എനിക്ക് ഇടപെടാനുള്ള വലിയ അധികാരമാണ് അല്ലാഹു നൽകിയത്. സഖാനി ഇലാഹി മിൻ കൂസി ശറാബിഹി ഫസ്കറനി ഹഖൻ ഫഹിംതു ബിസക്രതി. സഖാനി ഇലാഹി, എന്റെ ഇലാഹി എന്നെ കുടിപ്പിച്ചു. മിൻ കൂസി ശറാബിഹി, അല്ലാഹുവിന്റെ പാനീയത്തിന്റെ കോപ്പകളിൽ നിന്ന് അല്ലാഹു തന്നെ എന്നെ കുടിപ്പിച്ചു. അങ്ങനെ ഞാനത് കുടിച്ചു. കുടിച്ചപ്പോൾ ഫഅസ്ഖറനി ഹഖാൻ, ശരിക്കും അല്ലാഹുവിൽ ഞാൻ മസ്തായി. അല്ലാഹുവിന്റെ മസ്ത്, അല്ലാഹു എന്ന ലഹരി എനിക്ക് ബാധിച്ചു. ഫഹിംതു ബിസക്രതി, അല്ലാഹു എന്ന ലഹരി അത് ഞാൻ ശരിക്കും മനസ്സിലാക്കുകയും ചെയ്തു. മാത്രമല്ല വഹക്കമനി ജംഅദ്ദിനാനി ബിമാ ഹവാ വകുല്ലു മുലൂകിൽ ആലമീന റഇയതി. അല്ലാഹു സുബ്ഹാനഹു തആല എന്നെ പരമാധികാരിയാക്കി. അല്ലാഹു സുബ്ഹാനഹു തആല എന്നെ ഏറ്റവും വലിയ ഉന്നതമായ സ്ഥാനത്താണ് ഇരുത്തിയത്. വകുല്ലു മുലൂകിൽ ആലമീന റഇയതി, ഈ ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരും എല്ലാ നേതാക്കന്മാരും റഇയതി, എന്റെ അണികളാകുന്നു, എന്റെ പ്രജകളാകുന്നു. അപ്പോൾ ഈ രാജാക്കന്മാരുടെ പ്രജകൾ ഏതായാലും എന്റെ പ്രജകൾ തന്നെ. രാജാക്കന്മാർ എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിലാവാം. ഈ ലോകം ഭരിക്കുന്ന എല്ലാ നേതാക്കളും എന്ന ലാഹിറൻ അർത്ഥമാകാം. അല്ലെങ്കിൽ ഈ ലോകത്ത് അഥവാ ആത്മീയ ലോകത്തെ രാജാക്കന്മാരായ ഔലിയാക്കന്മാര്, ശൈഖന്മാര്, ഖുതുബീങ്ങൾ, ഈ രാജാക്കന്മാരെല്ലാം റഇയത്തി, എന്റെ പ്രജകളാണ്. രണ്ടർത്ഥത്തിലും നൂറിക്കുനൂറും ശരിയാണ്. വഫീ ഹാനിനാ ഫദ്ഖുൽ തറൽ കഅസ ദായിറാ വമാ ശരിബൽ ഉശാഖു ഇല്ലാ ബഖിയതി. വഫീ ഹാനിനാ, നമ്മുടെ ആൻആഹിൽ, നമ്മുടെ മജ്ലിസിൽ, നമ്മുടെ ഹദ്റത്തിൽ, ഫദ്ഖുൽ, നീ കടന്നുവാ, പ്രവേശിക്കുക. നീ എന്റെ ഹദ്റത്തിലേക്ക് കടന്നു വരിക. തങ്ങൾ പാപ പറയുകയാണ്, തറൽ കഅസ ദായിറാ, അല്ലാഹുവിന്റെ മഹബ്ബത്തിന്റെ കോപ്പ അതിങ്ങനെ ചുറ്റുന്നത് കാണാം. ഓരോ ഔലിയാക്കന്മാരും ശൈഖന്മാരും അല്ലാഹു എന്ന ആ മസ്തിന്റെ കോപ്പയെ കുടിക്കും. പക്ഷേ വമാ ശരിബൽ ഉശാഖു ഇല്ലാ ബഖിയതി, ഈ ആശിഖീങ്ങൾ, അല്ലാഹുവിന്റെ ആശിഖീങ്ങളായ ആശിഖീങ്ങളെല്ലാം കുടിക്കുന്നത് ഇല്ലാ ബഖിയതി, ഞാൻ കുടിച്ചതിന്റെ ബാക്കിയാണ്. അല്ലാഹുവിനെ പൂർണ്ണമായും ഞാൻ മോന്തി കുടിച്ചിരിക്കുന്നു. ആ കുടിച്ച കോപ്പയിൽ അല്പം ഞാൻ ബാക്കി വെച്ചതാണ്. ബാക്കിയുള്ള ഔലിയാക്കന്മാര്, ശൈഖന്മാര് എല്ലാവരും കുടിച്ചിട്ടുള്ളത്. ഏതെല്ലാം രീതിയിലാണ് ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെ അവിടുന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഉപ്പാപ്പ പറയുന്നു, رفعت على من يدعي الحب في الورى
فقربني المولى وفزت بنظرتي رفعت ഞാൻ ഉയർത്തപ്പെട്ടു അലാ മൻ യദ്ദഇൽ ഹുബ്ബു ഫിൽ വറാ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ അല്ലാഹുവിനോട് മഹബ്ബത്ത് വെക്കുന്ന ആളുകൾ ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാം ഏറ്റവും മുകളിലേക്ക് ഞാൻ ഉയർത്തപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിങ്ങളിൽ ഏറ്റവും വലിയ ആളാണ് ഞാൻ. ഫഖറബനിൽ മൗലാ എന്നെ മൗലയായ അല്ലാഹു സുബ്ഹാനഹു തആലയാണ് അടുപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആലയാണ് അല്ലാഹുവിലേക്ക് എന്നെ അടുപ്പിച്ചത്. വഫുസ്തു ബിനദ്റതി അല്ലാഹുവിന്റെ നോട്ടം കൊണ്ട് അല്ലാഹുവിന്റെ തിരുനോട്ടം കൊണ്ട് ഞാൻ വിജയിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ എല്ലാ നോട്ടവും എനിക്ക് ലഭിച്ചിരിക്കുന്നു. പിന്നീട് പാപ്പ പറയുന്നു വജാലത്ത് ഖുയൂലി ഫിൽ അറാളി ജമീഅഹാ വസുഫത് ലിയൽ കാസാതു മിൻ കുല്ലി വിജ്ഹതി വജാലത്ത് ഖുയൂലി എന്റെ കുതിരകൾ സഞ്ചരിച്ചിരിക്കുന്നു ഫിൽ അറാളി ജമീഅഹാ എല്ലാ ഭൂമികളിലും എന്റെ കുതിരകൾ സഞ്ചരിച്ചിരിക്കുന്നു. എല്ലായിടത്തും എന്റെ അധികാരത്തിലാണ്, എന്റെ നിയന്ത്രണത്തിലാണ്. വസുഫത് ലിയൽ കാസാതു മിൻ കുല്ലി വിജ്ഹതി അഥവാ എല്ലാ ഭാഗത്തു നിന്നും എന്നിലേക്ക് എല്ലാം വന്നിരിക്കുന്നു. മാത്രമല്ല വദുഖത് ലിയർ റായാതു ഫിൽ അർളി വസ്സമാ വദുഖത് ലിയർ റായാതു ഫിൽ അർളി വസ്സമാ ഭൂമിയിലും ആകാശത്തിലും എനിക്ക് കൊടികൾ നാട്ടപ്പെട്ടിരിക്കുന്നു. ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അധീരമുള്ളവർ. അഹ്ലുസ് സമാവൽ അർളി തഅലമു സത്വതി മുഹയ്യിദ്ദീൻ മാലിയിലെ ഈ വരിയുടെ വിശദീകരണമാണിത്. അഹ്ലുസ് സമാവൽ അർളി ആകാശത്തിലെയും ഭൂമിയിലെയും നിവാസികൾ, ഭൂനിവാസികളും ആകാശനിവാസികളും തഅലമു സത്വതി അവർക്കെല്ലാം എന്റെ പരമാധികാരത്തെ അറിയാവുന്നതാണ്. കാരണം ഭൂമിയിൽ മാത്രമല്ല എന്റെ ആധിപത്യത്തിന്റെ കൊടിയുള്ളത്, ആകാശത്തിലും എന്റെ കൊടിയാണുള്ളത്. വശഊസു മുൽക്കി സാറ ശർഖൻ വമഗ്രിബാ ഫസിർതു ലി അഹ്ലിൽ കർബി ഗൗസൻ വറഹ്മതി വശഊസു മുൽക്കി എന്റെ അധികാരത്തിന്റെ കേളി പ്രസിദ്ധി സാറ ശർഖൻ വമഗ്രിബ അത് കിഴക്കും പടിഞ്ഞാറും അഷ്ടദിക്കുകളിലും അത് വ്യാപിച്ചിരിക്കുന്നു. ഫസിർതു ലി അഹ്ലിൽ കർബി ഗൗസൻ വറഹ്മതി അതുകൊണ്ട് തന്നെ ഏതൊരു പ്രയാസപ്പെടുന്ന ആൾക്കും ഏതൊരു ബുദ്ധിമുട്ടുന്ന ആൾക്കും ഞാൻ സഹായമാണ്, ഞാൻ അനുഗ്രഹമാണ്, ഞാൻ ഗൗസാണ്, റഹ്മത്താണ്. ഭൂമിയിലുള്ള മുഴുവൻ ആളുകളുടെയും ഇടയിൽ എന്റെ ആധിപത്യം അത് പ്രസിദ്ധിയാർജിച്ചിരിക്കുന്നു. എന്നിട്ട് പാപ ചോദിക്കുകയാണ്, എന്നെ പോലെ അള്ളാഹുവിനോട് മഹബ്ബത്ത് വെച്ചവർ ആരുണ്ട്? അരുണ്ടാതന്റെ മാമീനയെത്തിയിട്ട് അരാനും ഉണ്ടെങ്കിൽ ചൊല്ലുവീനെന്നോവർ. فمن كان مثلي يدعي فيكم الهوى يطاولني إن كان يقوى لسطوتي
എന്നോട് കിടപിടിക്കുന്ന, എന്റെ അധികാരത്തിനോട് അടുക്കുന്നതിന് കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല തന്നെ. അതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. ആരുമില്ല. അതാണ് ഉപ്പാപ്പ തന്നെ പറയുന്നു, അനാ കുന്തു ഫിൽ ഉലിയ. ഇനി ആരെങ്കിലും ഏതെങ്കിലും വലിയ ഒരു ഉന്നത സ്ഥാനത്തെത്തിയ മഹാൻ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതിന് മറുപടിയായി പറയുകയാണ്, ഞാൻ ആരാണ്? ഉപ്പാപ്പ തന്നെ ഉപ്പാപ്പയെ വിശദീകരിച്ചു തരുന്നു, അനാ കുന്തു ഫിൽ ഉലിയ ബിനൂരി മുഹമ്മദി وفي قاب قوسين اجتماع الأحبة. أنا كنت في العليا. ഞാൻ ഏറ്റവും ഉന്നത സ്ഥാനത്താണ്. ഏതാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനം? അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പയുടെ മഖാമാണ്. അവിടെയാണ് ഞാനുള്ളത്. ബിനൂരി മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പയുടെ പരിശുദ്ധ പ്രകാശത്തോടു കൂടി ഏറ്റവും ഉന്നതമായ സ്ഥാനത്താണ് എന്റെ വാസസ്ഥാനം. വഫീ ഖാബ ഖൗസൈനി ഇജ്തിമാഉൽ അഹിബ്ബതി. അല്ലാഹുവിന്റെ ഹബീബിങ്ങളുടെ സംഗമസ്ഥാനം എന്ന് പറയുന്നത് ഖാബ ഖൗസൈനി മഖാമാണ്. ആ ഖാബ ഖൗസൈനി മഖാമില് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയുടെ പരിശുദ്ധമായ നൂറിനോടൊപ്പം ഏറ്റവും ഉന്നതമായ സ്ഥാനത്താണ് എന്റെ വാസം. ശരിബിതു ബികാസാത്തിൽ ഖറാമി സുലാഫതൻ ബിഹന്ത അശത് റൂഹി വജിസ്മി വമുഹ്ജതി. ഞാൻ അല്ലാഹുവിനെ മോന്തി കുടിച്ചു. അല്ലാഹുവിനെ കുടിച്ച് 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 അതുകൊണ്ട് എന്റെ റൂഹ്, എന്റെ ജിസ്മ്, എന്റെ മുഹ്ജത്ത്, എന്റെ ശരീരം, എന്റെ ആത്മാവ്, എന്റെ ഓരോ രോമകൂപങ്ങളും, എന്റെ എല്ലാം 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 അല്ലാഹുവിൽ മുങ്ങി, അല്ലാഹുവിൽ ലയിച്ചു, അല്ലാഹുവിൽ മരിച്ചു, അല്ലാഹുവിൽ ജീവിച്ചു. അങ്ങനെ അല്ലാഹുവിനെ കുടിച്ച വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ ഇത്രമാത്രം കുടിച്ചത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്കെല്ലാം കുടിപ്പിക്കുന്നവനായി ഞാൻ മാറി. ഞാൻ സാഖിയായി മാറി, കുടിപ്പിക്കുന്നവനായി മാറി. ലിമൻ കാന ഹളിറ, അല്ലാഹുവിന്റെ തിരുഹളറത്തിലുള്ളവർക്ക് ഉദീറു അലൈഹിം ഖറതം ബഅദ ഖറതി. വീണ്ടും 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 അവർക്ക് അല്ലാഹുവിനെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്, അവർക്ക് അല്ലാഹുവിനെ ഞാൻ കുടിപ്പിക്കുകയാണ്. പാപ്പയുടെ വചനങ്ങൾ അല്ലാഹുവിൽ ലയിച്ചു പോകുന്ന വചനങ്ങളാണ്. പാപ്പ പറയുകയാണ്, വഖഫ്തു ബിബാബില്ലാഹി വഹ്ദി മുവഹ്ഹിദാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ബാബ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കവാടം, ആ കവാടത്തിങ്കലാണ് ഞാൻ നിന്നത്. വഹ്ദി, ഞാൻ ഒറ്റക്കാണ് നിന്നത്. മുവഹ്ഹിദാ, തൗഹീദോടുകൂടി എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഹളറത്തിൽ പാലിക്കേണ്ട അദബുകളെല്ലാം പാലിച്ച് ഞാൻ നിന്നപ്പോ വനൂദീതു യാ ജീലാനി ഉദ്ഖുൽ ലിഹദ്റതി. എനിക്ക് അല്ലാഹുവിന്റെ വിളിയാളം വന്നു, യാ ജീലാൻ, ഓ ജീലാനി, ഉദ്ഖുൽ ലിഹദ്റതി, എന്റെ ഹളറത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. യാ ജീലാനി എന്ന വാക്ക് നാം ഖുതുബിയത്തിൽ 1000 പ്രാവശ്യം വിളിക്കുന്ന യാ ജീലാൻ, യാ ഗൗസ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഇതിലെ ഓരോ വാക്കും, ഗൗസ് എന്ന വാക്കും, മുഹിയുദ്ദീൻ എന്ന വാക്കും, അബ്ദുൽ ഖാദിർ എന്ന വാക്കും, ജീലാനി എന്ന വാക്കും, എല്ലാ പേരുകളും അല്ലാഹു നേരിട്ട് ഗൗസുല്ലാഹ് തങ്ങൾ പാപ്പയെ വിളിച്ചതാണ്. അതാണ് യാ ജീലാനി ഉദ്ഖുൽ ലിഹദ്റതി, എന്റെ ഹളറത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. വനൂദീതു യാ ജീലാനി ഉദ്ഖുൽ വലാ തഖാഫ്. അല്ലാഹുവിന്റെ വിളിയാളം വന്നു, ജീലാനി
ഉദ്ഖുൽ, നിങ്ങൾ കടന്നു വരിക, വലാ തഖഫ്, നിങ്ങളൊന്നും ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ടതില്ല. ഉഅ്തീതുൽ ലിവാ മിൻ ഖബലി അഹ്ലിൽ ഹഖീഖത്തി, ഹഖീഖത്തിന്റെ ആളുകൾക്കെല്ലാം നൽകുന്നതിന് മുമ്പേ ആദ്യമായിട്ട് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ കൊടി നൽകിയിരിക്കുന്നു. അല്ലിവാ, അല്ലാഹു എനിക്കാണ് ആദ്യമായി ഏറ്റവും ഉന്നതമായ സ്ഥാനക്കാർക്കുള്ള കൊടി നൽകിയത്, ഞാനാണ് അവരുടെ അമീർ. ദിറാഇയ മിൻ ഫൗഖി സമാവാതി കുല്ലിഹാ വമിൻ തഹ്തി ബത്നിൽ ഹൂതി അൻദത്തു റാഹതി. ദിറാഇ, എന്റെ മുഴങ്കൈ, മിൻ ഫൗഖി സമാവാതി കുല്ലിഹാ, എല്ലാ ആകാശങ്ങളുടെയും മുകളിലാണ് എന്റെ മുഴങ്കൈയുള്ളത്. എല്ലാ ആകാശങ്ങളിലും എന്റെ ആധിപത്യമുണ്ടോ എന്റെ കൈപ്പിടിയിലാണ്, എന്റെ സൽത്തനത്തിലാണ്, സ്വാധീനത്തിലാണ്, അധികാരത്തിന്റെ കീഴിലാണ്. വമിൻ തഹ്തി ബത്നിൽ ഹൂതി അൻദത്തു റാഹതി, മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്നും എന്റെ മുൻകൈയെ ഞാൻ നീട്ടുന്നതാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു പടച്ച എല്ലായിടവും, ആകാശമാവട്ടെ, ഭൂമിയാവട്ടെ, കരയാവട്ടെ, കടലാവട്ടെ, ഏതിടത്തും ഏത് സ്ഥലത്തും എന്റെ സ്വാധീനമുണ്ട്, എന്റെ അധികാരമുണ്ട്. എല്ലാം എന്റെ അധികാര പരിധിക്കുള്ളിലാകുന്നു. ഉപ്പാപ്പാക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ വലിയ വലിയ അധികാരങ്ങളും സ്ഥാനങ്ങളും ആണ് ഇതുവരെ പറഞ്ഞത്. ഉപ്പാപ്പാക്ക് അല്ലാഹു നൽകിയ വലിയ ജ്ഞാനം അതിനെപ്പറ്റി വിവരിക്കുന്നു. വഅഅലമു നബ്തൽ അർളി കം ഹുവ നബ്തതൻ വഅഅലമു റംലൽ അർളി അദ്ദൽ റംലതി. ഉപ്പാപ്പ പറയുകയാണ്, വഅഅലമു, ഞാൻ അറിയും, നബ്തൽ അർളി, ഈ ഭൂമിയിലെ സസ്യങ്ങൾ, ചെടികൾ, കം ഹുവ നബ്തതൻ, എത്ര ചെടികളുണ്ട് ഈ ഭൂമിയിൽ അല്ലാഹു പടച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി എനിക്ക് എണ്ണമറിയാം. പടച്ചതും ഇപ്പോഴുള്ളതും പടക്കാനുള്ളതും എല്ലാറ്റിന്റെയും കൃത്യമായ അറിവ് എനിക്കുണ്ട്. വഅഅലമു റംലൽ അർളി അദ്ദൽ റംലതി, അല്ലാഹുവിന്റെ ഈ ഭൂമിയിൽ എത്ര എണ്ണം മണൽ തരിയുണ്ടെന്ന് എനിക്കറിയാം. അല്ലാഹു അക്ബർ, ഈ ഭൂമിയിൽ എത്ര എണ്ണം മണൽ തരിയുണ്ടെന്ന് എനിക്കറിയാം. എന്തിന്? വഅഅലമു ഇൽമല്ലാഹി ഉഹ്സി ഹുറൂഫഹു. നമുക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണ്. ഇതിന്റെ എന്തെങ്കിലും ചെറിയൊരു കണിക നമ്മുടെ മനസ്സിലേക്ക് സ്പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, കത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മളൊക്കെ കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകും. ഉപ്പാപ്പ പറയുന്നത് നോക്കൂ, വഅഅലമു ഇൽമല്ലാഹ്, അല്ലാഹുവിന്റെ അറിവുകൾ എനിക്കറിയാം. ഉഹ്സി ഹുറൂഫഹു, അതിന്റെ എത്ര അക്ഷരങ്ങളുണ്ടെന്ന് എനിക്കറിയാം. എന്താണ് ഈ പറയുന്നത്? ഇതിന്റെ എല്ലാം ഒരു അലിഫും നമുക്കറിയില്ല. എന്തെങ്കിലും തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവനോടെ ബാക്കിയുണ്ടാവുകയില്ല. അതാണ് ഉപ്പാപ്പയെ പറ്റി, ഉപ്പാപ്പാന്റെ അറിവിനെ പറ്റി, ഉപ്പാപ്പാന്റെ സ്ഥാനത്തെ പറ്റി ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയെ പറ്റി ഒന്നും അറിയില്ല, അറിവില്ല എന്ന അറിവുമില്ല, ആ അറിവും ഇല്ല. വഅഅലമു മൗജൽ ബഹരി അദ്ദൽ മൗജതി, അല്ലാഹു പടച്ച സമുദ്രം, സപ്തസമുദ്രങ്ങൾ, സമുദ്രങ്ങളിൽ എത്ര തിരമാലകളുണ്ട് എന്ന് എനിക്കറിയാം. എന്നാൽ ഇതെല്ലാം അഹങ്കാരം കൊണ്ട് പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അതാണ് പറഞ്ഞത്, വമാ ഖുൽതു ഹാദൽ ഖൗല ഫഖറൻ വഇന്നമാ
അതൽ ഇദ്നു ഹത്താ തഅരിഫു മിൻ ഹഖീഖതി. അടിവരയിടേണ്ട വാക്കുകളാണിത്. വമാ ഖുൽതു ഹാദൽ ഖൗല ഫഖ്റാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പയുടെ ഒരു ഹദീസ് ഉണ്ടല്ലോ, അന സയ്യിദു വുൽദി ആദം വലാ ഫഖർ. ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. ഇത് ഞാൻ അഭിമാനം പറയുകയില്ല, അഹങ്കാരം പറയുകയല്ല. അതൊരു ഹഖാണ്, ഹഖ് പറയുകയാണ്. ഗൗസുല്ലാദം തങ്ങൾ ഉപ്പാപ്പ അവിടുത്തെ സീബാവഷിയല്ലേ. ഗൗസുല്ലാദം തങ്ങൾ ഉപ്പാപ്പ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പയുടെ പാദം പിന്തുടർന്ന അവിടുത്തെ പേരക്കുട്ടിയല്ലേ, പൊന്നുമോനല്ലേ. അതാണ് ഉപ്പാപ്പ അതേ വചനത്തിന്റെ മറ്റൊരു ഭാഷ. ഞാനിത് അഹങ്കാരത്തിന്റെ ഭാഷ സംസാരിക്കുകയല്ല. ഇത് അള്ളാഹുവിന്റെ അനുമതി വന്നത് പ്രകാരം ഞാൻ പറയുകയാണ്. ഞാൻ എനിക്ക് നിങ്ങളെ പറഞ്ഞു തന്നാലല്ലാതെ എന്റെ യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എന്റെ യാഥാർത്ഥ്യം, എന്റെ ഹഖീഖത്ത്, അതിൽ നിന്ന് അല്പമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ട് അള്ളാഹുവിന്റെ സമ്മതപ്രകാരമാണ് ഞാനിത് പറയുന്നത്. وما قلت حتى قيل لي قل ولا تخاف فأنت ولي في مقام الولاية. وما قلت ഞാനിത് പറഞ്ഞിട്ടില്ല. حتى قيل لي قل നീ പറയുക എന്ന അല്ലാഹുവിന്റെ കൽപ്പന വരാതെ ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. വലാ തഖഫ്, നിങ്ങളൊന്നും ഭയപ്പെടേണ്ടതില്ല, ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം പറഞ്ഞോളൂ എന്ന് അല്ലാഹുവിന്റെ കൽപ്പന വരാതെ ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഫഅൻത വലിയ്യും ഫീ മഖാമിൽ വിലായത്തി. നിങ്ങളാണ് വിലായത്തിന്റെ ഏറ്റവും ഉന്നതമായ മഖാമിലിരിക്കുന്ന അല്ലാഹുവിന്റെ വലിയ. പിന്നീട് ഗൗസുല്ലാദം തങ്ങൾ പാപ്പ കാലം തുടങ്ങുന്നതിന് മുമ്പേ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം അതിനു മുമ്പേ പ്രസിദ്ധരായ അംബിയ മുർസലീങ്ങളോടൊപ്പം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ അവരോടൊപ്പം ഒത്തുകൂടിയ നിമിഷങ്ങൾ വിശദീകരിക്കുന്നു. അനാ കുന്തു മഅ നൂഹിൻ ഉശാഹിദു ഫിൽ വറാ ബിഹാറൻ വതൂഫാനൻ അലാ കഫി ഖുദ്റതി. അനാ കുന്തു മഅ നൂഹിൻ, ഞാൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയുണ്ടായിരുന്നു. ഉശാഹിദു ഫിൽ വറാ, ഞാൻ എല്ലാ ജനങ്ങളെയും കാണുന്നുണ്ട്. എന്തൊക്കെയാണ് കാണുന്നത്? ബിഹാറൻ വതൂഫാനാ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായ ആ തൂഫാൻ, ആ ബിഹാർ എല്ലാം കാണുന്നു. അലാ കഫി ഖുദ്റതി, എന്റെ ഖുദ്റത്തിന്റെ കരങ്ങൾ കൊണ്ട് ഞാൻ അവിടെ ഇടപെട്ട എല്ലാ ഇടപെടലും ഉണ്ടായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ കപ്പൽ യാത്രയിൽ ഞാനുണ്ടായിരുന്നു കൂടെ. മാത്രമല്ല വകുന്തു ഇബ്രാഹീമ മുൽഖം ബിനാരിഹി, ഞാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അഗ്നിയിൽ ഇട്ടപ്പോൾ അവിടെയും ഞാനുണ്ടായിരുന്നു. വമാ ബർറദൻ നീറാന ഇല്ലാ ബിദഅവതി. അല്ലാഹു നാറിനോട് പറഞ്ഞില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. ഓ തീയേ, നീ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷയും തണുപ്പുമാവുക എന്ന് പറഞ്ഞില്ലേ? അല്ലാഹുവിന്റെ ഈ കൽപ്പന വരാൻ ഉള്ള കാരണം എന്റെ ദുആയാണ്. വമാ ബർറദൻ നീറാന ഇല്ലാ ബിദഅവതി, എന്റെ ദുആ കൊണ്ടാണ് ആ അഗ്നിയെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് തണുപ്പാക്കി കൊടുത്തത്. وكنت مع إسماعيل في الذبح شاهدا وما أنزل المذبوح إلا بفتيتي.
ഞാൻ മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം ഉണ്ടായിരുന്നു. ആ അറവിന്റെ സമയത്ത് ഞാൻ സാക്ഷിയായിരുന്നു. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പകരം ഒരാടിനെ ഇറക്കി കൊടുത്തു. അങ്ങനെ ആടിനെ അറുത്തു. അത് എന്റെ ദുആയുടെ, എന്റെ ഇടപെടലിന്റെ, എന്റെ അഭ്യർത്ഥനയുടെ ഫലമായിരുന്നു. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പകരം ആടിനെ അറുക്കുന്ന സംഭവം ഉണ്ടായത്. വകുന്തു മഅ യഅഖൂബ ഫീ ഗശ്ഫി ഐനിഹി വമാ ബരിയത ഐനാഹു ഇല്ലാ ബിതഫ്ലതി. ഞാൻ യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഫീ ഗശ്ഫി ഐനിഹി, അവിടുത്തെ കണ്ണിന് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർത്തോർത്ത് കരഞ്ഞ് അവിടുന്ന് അന്ധത ബാധിച്ചപ്പോൾ ആ സന്ദർഭത്തിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്റെ ഉമിനീര് കൊണ്ടാണ് അവിടുത്തെ കണ്ണ് സുഖമായത്. തങ്ങളുപ്പാപ്പ മുർസലീങ്ങളുടെ വിഷയങ്ങളിലാണ് ഇടപെട്ടത്. അറിയപ്പെട്ട വിശുദ്ധമായ ഖുർആനിൽ വിവരിക്കപ്പെട്ട ചരിത്രങ്ങളാണ് ഇതെല്ലാം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ എന്റെ ഇടപെടൽ കൊണ്ടാണ് അതെല്ലാം നടന്നത് എന്നാണ്. ഇതുപോലെ മറ്റൊരു വലിയും ഈ ദുനിയാവിൽ പറഞ്ഞിട്ടില്ല. അതാണ് സുൽത്താനുൽ ഔലിയ. വകുന്തു മഅ ഇദ്രീസ ലമ്മർതഖൽ ഉലാ വഉസ്തീന ഫിൽ ഫിർദൗസി അഹ്സന ജന്നതി. മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞില്ലേ, അല്ലാഹു അദ്ദേഹത്തെ പറ്റി വറഫഅനാഹു മകാനൻ അലിയ എന്ന് സൂറത്തു മറിയമിൽ അല്ലാഹു വിശദീകരിച്ചില്ലേ? ആ സന്ദർഭം ഞാൻ ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയുണ്ടായിരുന്നു. ലമ്മർതഖൽ ഉലാ, അദ്ദേഹത്തെ ഉയർത്തപ്പെട്ടപ്പോൾ വൗസ്കീന ഫിൽ ഫിർദൗസി അഹ്സന ജന്നതി, ഏറ്റവും ഉന്നതമായ ഫിർദൗസ് സ്വർഗ്ഗത്തിൽ അദ്ദേഹത്തെ പാർപ്പിച്ചപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം. വകുന്തു വമൂസാ ഫീ മുനാജാതി റബ്ബിഹി വമൂസാ അസ്വാഹു മിൻ അസായസ്തമദ്ദതി. വകുന്തു, ഞാൻ ഉണ്ടായിരുന്നു. വമൂസ, മൂസ അലൈഹിസ്സലാം ഫീ മുനാജാതി റബ്ബിഹി, തന്റെ റബ്ബിനോട് മുനാജാത്ത് നടത്തിയ സന്ദർഭം. തൂരി സീനാ മലയിൽ അല്ലാഹുവും കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും മുനാജാത്ത് നടത്തിയ സന്ദർഭത്തിൽ ഞാൻ അവിടെയുണ്ടായിരുന്നു. എല്ലാ നിമിഷങ്ങളിലും അംബിയ മുർസലീങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്ദർഭങ്ങളിൽ ഞാൻ അവിടെ ഹാജരായിരുന്നു. വമൂസ അസ്വാഹു മിൻ അസ്വായസ്തമദ്ദതി. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വടിയുണ്ടല്ലോ, അത് എന്റെ വടിയിൽ നിന്നാണ് അതിന് സഹായം കിട്ടിയത്. അല്ലാഹു അക്ബർ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വടി ഖുർആനിൽ പലവട്ടം ആവർത്തിച്ചതാണ്. ആ വടിയെ കുറിച്ച്, അതിന്റെ പ്രത്യേകതകളെ കുറിച്ച്. അത് മിൻ അസ്വായസ്തമദ്ദതി, എന്റെ വടിയിൽ നിന്നാണ് അതിനുള്ള സഹായം ലഭിച്ചത്. നമുക്കൊന്നും ഇതിന്റെ ഒരു അലിഫ് മനസ്സിലാവുകയില്ല. മുഅ്മിനീങ്ങളെ, എത്ര ഉന്നതമായ സംസാരമാണ് തങ്ങൾ പാപ്പ പറയുന്നത്. വകുന്തു മഅ അയ്യൂബ ഫീ സമനിൽ ബലാ വമാ ബരിയത് ബൽവാഹു ഇല്ലാ ബിദഅവതി. വകുന്തു മഅ അയ്യൂബ്, ഞാൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയുണ്ടായിരുന്നു. ഫീ സമനിൽ ബലാ, മഹാനവറുകൾക്ക് ബലാഇന്റെ സമയത്ത്, പരീക്ഷണ ഘട്ടത്തിൽ ഞാൻ കൂടെയുണ്ടായിരുന്നു. വമാ ബരിയത് ബൽവാഹു, അദ്ദേഹത്തിന് വന്ന വലിയ പരീക്ഷണം, അതിൽ നിന്ന് അദ്ദേഹം മോചിതനായില്ല. ഇല്ലാ ബിദഅവതി, എന്റെ ദുആ കൊണ്ടല്ലാതെ മോചിതനായില്ല.
അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് വലിയ രോഗം നൽകി അള്ളാഹു പരീക്ഷിച്ചു. ദീർഘമായ കാലമാണ് പരീക്ഷണം ഉണ്ടായത്. പിന്നീട് അള്ളാഹു അദ്ദേഹത്തിന് എല്ലാം രോഗം മാറി പൂർണ്ണാരോഗ്യം നൽകി, സമ്പത്ത് നൽകി, സന്താനം നൽകി. അതിനെല്ലാം കാരണം എന്റെ ദുആയായിരുന്നു എന്ന് തങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു. മുഅ്മിനീങ്ങളെ, ഇതിന്റെ പൊരുള് അതാണ് ഞാൻ പറയുന്നത്. നാം ഖാദിരിയ്യ തരീഖത്തുകാർ, നമ്മുടെ ശൈഖ്, നമ്മുടെ എല്ലാ ഖാദിരിയ്യ തരീഖത്തിലുള്ളവരുടെയൊക്കെ ശൈഖാന ഗൗസുൽ ആദം തങ്ങൾ പാപ്പയാണ്. ഇതുപോലൊരു ശൈഖ്, ഇങ്ങനെ പറഞ്ഞൊരു ശൈഖ് എത്ര മഹാന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത്രയും അംബിയ മുർസലീങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ട ഒരു ശൈഖിനെ വേറെ എവിടെയും കാണാൻ കഴിയുകയില്ല. وكنت مع عيسى وفي المهد ناطقا وأعطيت داوودا حلاوة نغمتي وكنت مع عيسى, ഞാൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയുണ്ടായിരുന്നു. വഫിൽ മഹ്ദി നാതിഖാ, തൊട്ടിലിൽ വെച്ച് മഹാനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ചില്ലേ, ഇന്നി അബ്ദുല്ലാഹ് അതാനിയൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുന്തു എന്ന് പറഞ്ഞ സൂറത്ത് മറിയമിൽ അല്ലാഹു വിശദീകരിച്ച സംഭവം തൊട്ടിൽ വെച്ച് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ചു. ആ സന്ദർഭത്തിൽ ഞാൻ അവിടെ ഹാജറുണ്ട്. വഅതൈതു ദാവൂദൻ ഹലാവത നഗ്മതി, ദാവൂദ് നബിയുടെ സ്വരരാഗം ലോകത്ത് ഇത്രയും വലിയ, ഇത്രയും സുന്ദരമായ സ്വരം നൽകിയ മറ്റൊരു നബിയില്ല, മറ്റൊരാളില്ല. ദാവൂദ് നബിയുടെ സ്വരരാഗം പ്രസിദ്ധമാണ്. അത് നൽകിയത് ഞാനാകുന്നു. അഅതൈതു, ഞാൻ നൽകി, ദാവൂദ് അലൈഹിസ്സലാമിന് ഹലാവത നഗ്മതി, ആ സ്വരരാഗ സുധ അത് നൽകിയത് ഞാനാണ് എന്ന് ഗൗസുൽ ആദം തങ്ങൾ പാപ്പ പറയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ മനസ്സിലാക്കുക. വലി നഷ്അത്തുൻ ഫിൽ ഹുബ്ബി മിൻ ഖബ്ലി ആദമി, ഈ അംബിയ മുർസലികൾ മുഴുവൻ ഉണ്ടായത് അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നാണല്ലോ. ഞാനാവട്ടെ വലി നഷ്അത്തുൻ ഫിൽ ഹുബ്ബ്, ഹുബ്ബിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. മിൻ ഖബ്ലി ആദമി, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് മുമ്പേ ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. വസിദ്ദീ സറാഫിൽ കൗനി മിൻ ഖബ്ലി നഷ്അതി, ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ എന്റെ രഹസ്യം വ്യാപിച്ചിരിക്കുന്നു എന്ന് ഗൗസുൽ ആദം തങ്ങൾ പാപ്പ പറയുന്നു. ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, ഞാൻ ഈ പ്രപഞ്ചത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ എന്റെ രഹസ്യം ഈ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിച്ചിരിക്കുന്നു, വ്യാപിച്ചിരിക്കുന്നു, നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മോമിനീങ്ങളെ, നിങ്ങൾ എന്നെ മനസ്സിലാക്കണമെന്ന് ഗൗസുൽ ആദം തങ്ങൾ പാപ്പ പറയുന്നു. അനദ്ദാകിറുൽ മദ്കൂറു സിക്റൽ ലിദാകിരി, അനശാകിറുൽ മഷ്കൂറു ശുക്രൻ ബിനിഅമതി, ഞാൻ തന്നെയാണ് ദാക്കിർ, ഞാൻ തന്നെയാണ് മദ്കൂർ, ഞാൻ തന്നെയാണ് ദാക്കിറിന്റെ ദിക്ർ. ശരിക്കും ദാക്കിർ ഒരാളാണെങ്കിൽ മദ്കൂർ അള്ളയാണ്. ഇവിടെ ഗൗസുൽ ആദം തങ്ങൾ പാപ്പ പറയുന്നു, ഞാനാണ് ദാക്കിർ, ഞാൻ തന്നെയാണ് മദ്കൂർ, ദാക്കിറിന്റെ ദിക്റും ഞാൻ തന്നെയാണ്. ഏറ്റവും വലിയ ദിക്ർ യാ ഗൗസ് മുഹിയുദ്ദീൻ എന്ന് വിളിച്ചാൽ തന്നെ വലിയ ശൈഖായ ഖുതുബായി ഏറ്റവും ഉന്നതമായ മഖാമിലെത്തിയ എത്ര മഹാന്മാരുണ്ട്. ഏറ്റവും വലിയ ദിക്ർ ഞാൻ തന്നെയാണ്. അനശാകിറുൽ മഷ്കൂറു ശുക്രൻ ബിനിഅമതി, ഞാൻ തന്നെയാണ് ഷാക്കിർ, ഞാൻ തന്നെയാണ് മഷ്കൂർ, ശുക്രൻ ബിനിഅമതി, എന്റെ അനുഗ്രഹത്തിന് നന്മ ചെയ്യുന്നത്, എന്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുന്നത് അത് ഞാൻ തന്നെയാകുന്നു. അനൽ ആശിഖുൽ മഅശൂഖു ഫീ കുല്ലി മുദ്മരി,
അനസ്സാമിഉൽ മസ്മൂഉ ഫീ കുല്ലി നഗ്മതി. ഞാൻ തന്നെയാണ് ആശിഖ്, ഞാൻ തന്നെയാണ് മഅ്ശൂഖ്. ഫീ കുല്ലി മുൽമരി, ഓരോ മനുഷ്യന്റെയും ഓരോ വലിയിന്റെയും ശൈഖിന്റെയും ഖുതുബിന്റെയും ഉള്ളിലുള്ള മഅ്ശൂഖ് അല്ലാഹു ഞാൻ തന്നെയാണ്. അനസ്സാമിഉ, ഞാൻ തന്നെയാണ് കേൾക്കുന്നവൻ. അൽ മസ്മൂ, ഞാൻ തന്നെയാണ് കേൾക്കപ്പെടുന്നവൻ. ഫീ കുല്ലി നഗ്മതി, എല്ലാ സ്വരത്തിലും എല്ലായിടത്തും കേൾക്കുന്നവനും കേൾക്കപ്പെടുന്നവനും ഞാൻ തന്നെയാണെന്ന് ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ. അനൽ വാഹിദുൽ ഫർദുൽ കബീറു ബിദാതിഹി അനൽ വാസിഫുൽ മൗസൂഫു ഇൽമുത് ത്വരീഖതി. ഞാനാണ് വാഹിദായ ഫർദായ ദാത്ത് കൊണ്ട് ഏറ്റവും വലിയ മഹാനായ ആള് ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് വാസിഫ് വിശേഷിപ്പിക്കുന്നവനും അൽ മൗസൂഫ് വിശേഷിപ്പിക്കപ്പെടുന്നവനും ഞാൻ തന്നെയാണ്. ഇൽമുത് ത്വരീഖത്തിന്റെ ഇൽമ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അല്ലാഹു അക്ബർ. ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയെ പറ്റി നമുക്കൊന്നും അറിയില്ല എന്ന അറിവിനെ പറ്റിയും ഒന്നും അറിവില്ല, ആ അറിവുമില്ല. അല്ലാഹ് ഉപ്പാപ്പയെ പറ്റി ഉപ്പാപ്പ തന്നെ ഇത്രയും വ്യക്തമായി പറഞ്ഞു തന്ന സ്ഥിതിക്ക് ഉപ്പാപ്പയെ പറ്റി നമുക്ക് ഒന്നും അറിയില്ല, ഇനിയും അറിയാൻ പോകുന്നുമില്ല, ആ അറിവൊന്നും. ഉപ്പാപ്പ പറയുന്നു, മലക്കത്തു ബിലാദല്ലാഹി ശർഖൻ വമഗ്രിബാ വഇൻ ശീതു അഫ്നൈതുൽ അനാമാ ബിലഹ്ളതി. മലക്കത്തു, ഞാൻ ഉടമപ്പെടുത്തിയിരിക്കുന്നു, ബിലാദല്ലാഹ്, അല്ലാഹുവിന്റെ ഭൂമികൾ, അല്ലാഹുവിന്റെ നാടുകളെല്ലാം, ശർഖൻ വമഗ്രിബാ, കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും അഷ്ടദിക്കുകളും ഞാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് ഉപ്പാപ്പ പറയുകയാണ്, വഇൻ ശിഅ്തു അഫ്നൈതുൽ അനാമാ ബിലഹ്ളതി, ഞാൻ ഉദ്ദേശിച്ചാൽ അഫ്നൈതുൽ അനാമ, എല്ലാ പടപ്പുകളെയും ഞാൻ ഇല്ലാതെയാക്കുന്നതാണ്. ബിലഹ്ളതി, ഒരു നിമിഷം കൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് അല്ലാഹുവിന്റെ സൃഷ്ടികളെ മുഴുവൻ ഞാൻ ഇല്ലാതെയാക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചാൽ. അല്ലാഹുവും ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയും തമ്മിലുള്ള അടുപ്പവും പവറും ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പക്ക് അല്ലാഹു നൽകിയ ഖുദ്റത്തിന്റെ വണ്ണവും മനസ്സിലാക്കി തരുന്ന വാക്കുകളാണ്. വഖാലു ഫഅൻതൽ ഖുതൂബ് ഖുൽതു മുശാഹദൂൻ വതാലിൻ കിതാബല്ലാഹി ഫീ കുല്ലി സഅതി. അവർ പറഞ്ഞു, അന്തൽ ഖുതുബ്, നിങ്ങളാണ് ഖുതുബ് എന്ന് അവർ പറഞ്ഞപ്പോ, ഖുൽതു, ഞാൻ പറഞ്ഞു, മുശാഹദുൻ, അത് കാണുന്നതാണ്, വ്യക്തമാണെന്ന് ഞാൻ പറഞ്ഞു. അല്ലാഹു അഅലം. വതാലിൻ കിതാബല്ലാഹി ഫീ കുല്ലി സഅതി, എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിന്റെ കിതാബ് ഓതുന്നവരാണ് ഞാൻ. വനാളീറു മാ ഫിൽ ലൗഹി മിൻ കുല്ലി ആയത്തിൻ വമാ ഖദ് റഅയ്തു മിൻ ശുഹൂദിൻ ബിമുഖ്ലതി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ലൗഹുൽ മഹ്ഫൂദ് നോക്കുന്നവനാണ് ഞാൻ. അങ്ങനെ ലൗഹുൽ മഹ്ഫൂദ് നോക്കി ഓരോ ആയത്തുകളും ഓതുന്നവനാണ് ഞാൻ. ഞാൻ കണ്ട കാഴ്ചകളെല്ലാം അത് വലിയ വലിയ കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെ ഫമൻ കാന യഹ്വാനാ യജീലി മഹല്ലിനാ വയദ്ഖുൽ ഹിമസ്സാദാതി യൽഖൽ ഗനീമതി. അതുകൊണ്ട് തന്നെ ആര് നമ്മളെ സ്നേഹിക്കുന്നുവോ, ഞങ്ങൾ പാപ്പ പറയുകയാണ്, ആരെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിൽ യജീലി മഹല്ലിന, നമ്മുടെ മഹല്ലില്, നമ്മുടെ മജ്ലിസിൽ, നമ്മുടെ ഹദറത്തിൽ വരിക. വയദ്ഖുൽ ഹിമസ്സാദാതി, സാദാത്തിങ്ങളുടെ അഭയസ്ഥാനത്ത് പ്രവേശിക്കുക എന്നാൽ യൽഖൽ ഗനീമത, അവന് ഗനീമത്ത് കിട്ടുന്നതാണ്, അവന് മുതൽ കിട്ടുന്നതാണ്, അവൻ മുതലാകുന്നതാണ്, അവന് എല്ലാം ലഭിക്കുന്നതാണ്. ഫലാ ആലിമുൻ ഇല്ലാ ബിഇൽമി യാലിമുൻ
വലാ സാലികുൻ ഇല്ലാ ബിഫർദി വസുന്നതി. ഏതൊരു പണ്ഡിതനുണ്ടോ, ഏതൊരു ആലിമുണ്ടോ, ആ ആലിമിന്റെ അടുത്തുള്ള എല്ലാ ഇൽമും എന്റെ അടുത്തുണ്ട്. എന്റെ ഇൽമു കൊണ്ടാണ് ആ ആലിം ആലിമായത്. വലാ സാലികുൻ ഇല്ലാ ബിഫർദി വസുന്നതി. എന്റെ ഫറളും എന്റെ സുന്നത്ത് കൊണ്ടാണ് അല്ലാഹുവിലേക്ക് സഞ്ചരിക്കുന്ന ഏതൊരാളും സഞ്ചരിക്കുന്നത്. എല്ലാവർക്കും എന്നിൽ നിന്ന് കിട്ടിയിട്ട് വേണം. വലാ ജാമിഉൻ ഇല്ലാ വലി ഫീഹി റക്അത്തുൻ വലാ മിംബറുൻ ഇല്ലാ വലി ഫീഹി ഖുത്ബതി. അല്ലാഹുവിന്റെ ഏതൊരു പള്ളിയുണ്ടോ എനിക്ക് അവിടെ ഒരു റക്അത്ത് നിസ്കാരമുണ്ട്. അല്ലാഹുവിന്റെ ഏതൊരു മിമ്പറുണ്ടോ എനിക്ക് അവിടെ ഖുത്ബയുണ്ട്. അല്ലാഹുവിന്റെ ഏത് പള്ളിയിലും അല്ലാഹുവിന്റെ ഏത് മിമ്പറിലും എന്റെ സാന്നിധ്യമുണ്ടെന്ന് ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ പറയുന്നു. എന്നിട്ട് ഉപ്പാപ്പ പറയുന്ന വലിയൊരു ജലാലിയത്തിന്റെ വാക്ക് നോക്കൂ. വലൗലാ റസൂലുള്ളാഹി ബിൽ അഹ്ദി സാബിഖൂ ലഅഗ്ലഖതു അബ്വാബൽ ജഹീമി ബിഅമ്മതി. വലൗലാ റസൂലുള്ളാഹി ബിൽ അഹ്ദി സാബിഖൂ. എന്റെ വല്ലിപ്പയായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പാപ്പയും അല്ലാഹുവും തമ്മിലുള്ള ഒരു കരാർ മുൻകടന്നില്ലായിരുന്നുവെങ്കിൽ, മുമ്പ് ഒരു കരാറ് നടന്നില്ലായിരുന്നുവെങ്കിൽ ലഅഗ്ലഖതു, ഞാൻ അടക്കുമായിരുന്നു, അബ്വാബൽ ജഹീമി, നരകത്തിന്റെ കവാടങ്ങളെയെല്ലാം ഞാൻ അടക്കുമായിരുന്നു, ബിഅൽമതി, എന്റെ ജലാലിയത്തിന്റെ പവർ കൊണ്ട്. അല്ലാഹു പടച്ച നരകത്തിന്റെ എല്ലാ കവാടങ്ങളെയും ഞാൻ കൊട്ടിയടക്കുമായിരുന്നു. പക്ഷെ എന്റെ വല്ലിപ്പയായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പാപ്പയും അല്ലാഹുവും തമ്മിലുള്ള ഒരു കരാർ മുൻകടന്നത് കൊണ്ട് എന്റെ വല്ലിപ്പയെ മാനിച്ചുകൊണ്ട് ഞാൻ അതിൽ ഇടപെടുന്നില്ല. തങ്ങൾ പാപ്പയുടെ ജലാലിയത്തിന്റെ വാക്ക് നോക്കൂ. മുരീദീ ലക്കൽ ബുശ്റാ. അതുകൊണ്ട് തന്നെ മുരീദീ, ഇത്രയും വലിയ സ്ഥാനത്തെത്തിയിരിക്കുന്ന ഞാൻ എന്നെ നീ മനസ്സിലാക്കുമ്പോ എന്റെ മുരീദായ നീ ലക്കൽ ബുശ്റാ, നിനക്കാണ് എല്ലാ സന്തോഷവും. തകൂനു അലൽ വഫാ, നീ വഫയാകണം, നീ പറഞ്ഞത് കേൾക്കുന്നവനാണ്, വാഗ്ദാനം പൂർത്തീകരിക്കുന്നവനാണ്. എന്റെ ഈ വഴിയിൽ നിന്നുകൊണ്ട് ഞാൻ തന്ന അമലുകൾ നീ അതിൻ്റെതായ രീതിയിൽ കൊണ്ട് നടക്കുന്നവനാവണം. എന്നാൽ നിനക്ക് എല്ലാ സന്തോഷവുമുണ്ട്. وَإِن كُنْتَ فِي هَمٍّ أُغْثَى بِهِمَّتِي. നിനക്കെന്ത് ഹമ്മ്, നിനക്കെന്ത് ബുദ്ധിമുട്ട്, പ്രയാസം, ദുഃഖം വന്നാലും എന്റെ ഹിമ്മത്ത് കൊണ്ട് ഞാൻ നിന്നെ സഹായിക്കുന്നതാണ്. മുരീദി തമസ്സക് ബി. പാപ്പയുടെ ഏറ്റവും പ്രതീക്ഷയുള്ളതും ഏറ്റവും സന്തോഷകരമായതും എന്നാൽ നമുക്കെല്ലാം ഏറ്റവും വലിയ ഉത്തരവാദിത്വമുള്ള വാക്കുകളാണിത്. മുരീദി തമസ്സക് ബി വകും ബി വാസിഖാ ലഅഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. മുരീദി, എന്റെ മുരീദേ, തമസ്സക് ബി, നീ എന്നെ മുറുകെ പിടിച്ചോ. വകും ബി വാസിഖാ, നീ എന്നെ കൊണ്ട് ഉറച്ച് വിശ്വസിച്ചോ. ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന്, ഈ ഖാദിരിയ്യത്തിന്റെ വഴിയിൽ ഉറച്ചു നിന്നാൽ നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് നീ ഉറച്ചു വിശ്വസിച്ചോ. അങ്ങനെ നീ എന്റെ വഴിയിൽ ഉറച്ചു നിന്ന് നീ എന്നെ മുറുക്കെ പിടിച്ചാൽ ലഅഹ്മീക ഫിദ്ദുനിയാ, ഈ ദുനിയാവിൽ തീർച്ചയായിട്ടും നിന്നെ ഞാൻ കാക്കുന്നതാണ്. വയൗമൽ ഖിയാമത്തി, അന്ത്യനാളിലും നിന്നെ ഞാൻ കാക്കുന്നതാണ്. അല്ലെങ്കിൽ ദുനിയാവിലും അന്ത്യനാളിലും നിന്നെ ഞാൻ കാക്കാൻ വേണ്ടി എന്നെ നീ മുറുകെ പിടിച്ചോ. രണ്ട് രീതിയിൽ അർത്ഥം വെച്ചാലും ഒരൊറ്റ ആശയമാണ്. എന്ന് മുരീദേ, നീ എന്നെ മുറുകെ പിടിച്ചോ, എന്നെ കൊണ്ട് ഉറച്ചു വിശ്വസിച്ചോ. وَكُنْيَا مُرِيدِي حَافِظًا لِعُهُودِنَا. എത്ര ശ്രേഷ്ഠമായ വചനങ്ങളാണ്. വകുന്യാ മുരീദി, എന്റെ മുരീദേ നീ ആയിക്കോ. ഹാഫിളൻ ലിഉഹൂദിനാ,
നമ്മളോട് ചെയ്ത കരാറുകൾ സൂക്ഷിക്കുന്നവനായിക്കോ. ഈ ഖാദിരിയത്തിന്റെ വഴിയിൽ വന്ന് ദിക്ർ സ്വീകരിച്ചാൽ അതിന്റെ മട്ടത്തിൽ, അതിന്റെ രീതിയിൽ, അതിന്റെ കോലത്തിൽ കൊണ്ട് നടന്നോ എന്റെ മുരീദേ. എന്നാൽ അകുൻ ഹാളിറൽ മീസാനി യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ മഹ്ശറയിൽ മീസാൻ എന്ന തുലാസിൽ നിന്റെ നന്മ തിന്മ തൂക്കുന്ന സമയത്ത് അകുൻ ഹാളിറൽ മീസാൻ, മീസാന്റെ അടുത്ത് ഞാൻ ഹാജറുണ്ടാകുന്നതാണ്. ഇൻഷഹത്തിൽ മീസാനു കുന്തു അനാലഹാ ബിഐനി ഇനായാത്തിൻ വലുത്ഫിൽ ഹഖീഖതി. ഇനി നിന്റെ നന്മ തിന്മകൾ തൂക്കുമ്പോ നിന്റെ നന്മയുടെ തട്ട് ലുബ്ധത കാണിച്ചാൽ, നിന്റെ മുരീദേ നിന്റെ നന്മയുടെ തട്ടില് ഭാരം കുറവാണെങ്കിൽ കുന്തു അനലഹ, അക്കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു മുരീദേ. അല്ലാഹു അക്ബർ. കുന്തു അനലഹ, നിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു മുരീദേ. നീ എന്റെ മുരീദായി നിന്നാൽ മതി. നിന്റെ മീസാനിൽ നന്മ തൂങ്ങുന്ന കാര്യം അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. എന്റെ എല്ലാ നോട്ടവും എന്റെ എല്ലാ പരിഗണനയും നിനക്കുണ്ടാകുന്നതാണ്. നിന്റെ എല്ലാ കുറവിലും ഞാൻ നികത്തി തരുന്നതാണ്, നിന്നെ വിജയിപ്പിക്കുന്നതാണ്, നിന്നെ പാലം കടത്തി തരുന്നതാണ്, രക്ഷപ്പെടുത്തി തരുന്നതാണെന്ന് ഗൗസുൽ ആലം തങ്ങൾ പാപ്പ പറയുന്നു. അപ്പോൾ ചില സംശയം, ഈ ദുനിയാവിലെ ചില ആവശ്യങ്ങൾ, ആഖിറത്തിലെ വലിയ വലിയ ആവശ്യങ്ങൾ പാപ്പ നിറവേറ്റാൻ പവറുള്ളവരാണെങ്കിൽ ദുനിയാവിലെ ചെറിയ ആവശ്യങ്ങൾ അത് പെട്ടെന്ന് നിറവേറ്റിക്കൂടെ? അതിന്റെ മറുപടിയാണ് ഹവായിജിക്കും മഖ്ളിയത്തുൻ ഗൈറ അന്നനി ഉരീദുകുമു തംശൂന തുർഖൽ ഹമീദതി. നിങ്ങളുടെ ദുന്യവിയായ ആവശ്യങ്ങൾ അതെല്ലാം വളരെ എളുപ്പത്തിൽ നിറവേറ്റാം. പക്ഷേ ഗൈറാന്നനി, തീർച്ചയായിട്ടും ഞാൻ ഉരീദുകുമു, ഞാൻ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് തംശൂന തുർഖൽ ഹമീദതി, ഏറ്റവും സ്തുതിക്കപ്പെടുന്ന വഴികളിൽ നിങ്ങൾ സഞ്ചരിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും സ്തുതിക്കപ്പെടുന്ന വഴിയിൽ ഈ ദുനിയാവിൽ സഞ്ചരിക്കുമ്പോ ചില ചെറിയ പരീക്ഷണങ്ങളെല്ലാം ഉണ്ടാവും. അതെല്ലാം മെല്ലെ മെല്ലെ റെഡിയാകും. അല്ലാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് എനിക്ക് യാതൊരു പ്രയാസവുമില്ല. മറിച്ച് നിങ്ങളെ ഘട്ടം ഘട്ടമായി ഉയർത്തണമെന്നാണ് എന്റെ ഉദ്ദേശം. അതിനാണ് ഈ ദുനിയാവിലെ പരീക്ഷണങ്ങളെല്ലാം തന്നത്. എന്നിട്ട് ഉപ്പാപ്പയുടെ വസിയത്ത്, വഊസികുമു കസ്റൻ നുഫൂസി ഫഇന്നഹാ മറാതീബു ഇസ്സിൻ ഇൻദ അഹ്ലി ത്വരീഖതി. ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു, കസ്റൻ നുഫൂസി, നിങ്ങളുടെ ആഗ്രഹങ്ങൾ തമസ്കരിക്കണേ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ തമസ്കരിച്ച് ഈ വഴിയിൽ അടിയുറച്ചു നിൽക്കണേ. ഫഇന്നഹാ, തീർച്ചയായിട്ടും അത് മറാതീബു ഇസ്സിൻ ഇൻദ അഹ്ലി ത്വരീഖതി, തരീഖത്തിന്റെ അഹ്ലുകാരുടെ അടുക്കൽ അതാണ് അഭിമാനത്തിന്റെ മർത്തബകൾ എന്ന് പറയുന്നത്. അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി, ഗൗസുൽ ആലം തങ്ങൾ പാപ്പാക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് ജീവിക്കുക, അതാണ് തരീഖത്തുകാരുടെ അടുത്ത് ഇസ്സത്തിന്റെ വഴി എന്ന് പറയുന്നത്. ആ കാര്യം ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. വമൻ ഹദ്ദസതുഹു നഫ്സുഹു ബിതകബ്ബുരിൻ തജിദുഹു സഗീറൻ ഫീ ഉയൂനിൽ ഖല്ലതി. നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ അഹങ്കാരമുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ഹൃദയത്തിൽ അഹങ്കാരത്തിന്റെ കാര്യമുണ്ടെങ്കിൽ തജിദുഹു സഗീറൻ ഫീ ഉയൂനിൽ ഖല്ലതി, അല്ലാഹുവിന്റെ അടുക്കല്, മഹാന്മാരുടെ അടുക്കല് അവനെ ഏറ്റവും താഴ്ന്നവനായിരിക്കുന്നതാണ്. എന്നാൽ വമൻ കാന ഫീ ഹാലതിഹി മുതവാളിഅ മഅല്ലാഹി അസ്സതുഹു ജമീഉൽ ബരിയതി. ഒരാൾ തന്റെ എല്ലാ അവസ്ഥകളിലും
താഴ്മയുള്ളവനാണെങ്കിൽ മഅല്ലാഹി അല്ലാഹുവിനോടൊപ്പം താഴ്മയോടുകൂടി ജീവിച്ചാൽ അസ്സതുഹു ജമീഉൽ ബരിയത്തി എല്ലാ സൃഷ്ടികളും ആ മനുഷ്യന് ഇസ്സത്ത് നൽകുന്നതാണ്. ആ മനുഷ്യനായിരിക്കും എല്ലാ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും വലിയ ഇസ്സത്തുള്ള ആൾ. അല്ലാഹു അക്ബർ. തങ്ങൾ പാപ്പയുടെ പരിശുദ്ധമായ ഉപദേശങ്ങൾ ഏകദേശം 85 പേജ് മുതൽ 101 പേജ് വരെയുള്ള ദീർഘമായ വലിയ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ വരികൾ, ഈ വചനങ്ങൾ മനസ്സിൽ കൊത്തിവെക്കേണ്ട വചനങ്ങളാണ്. ഇങ്ങനെ നമ്മൾ ജീവിച്ചാൽ നാം ഈ ഖദരിയ സരണിയിൽ നിന്ന് ഒരു കാലത്തും പിന്നോട്ട് പോവുകയില്ല. നാം മജ്‌ലിസുകൾ ഒരിക്കലും അവഗണിക്കുകയില്ല. നാം നമ്മുടെ ഉപ്പാപ്പയെയും ഉപ്പാപ്പയുടെ ദിക്റിനെയും ഒരിക്കലും വിസ്മരിക്കുകയില്ല. അത്രയും ഉന്നതമായ, അത്രയും മഹത്തരമായ വഴിയാണ്, ദിക്റാണ്. അതിലാണ് നാം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ഈ വഴിയിൽ ഉറച്ചു നിൽക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവനായ ഞങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി 2 ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി 2 ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ, ആമീൻ, ആമീൻ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.